ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന 4 പേരും ഒരുപോലെ ഒരു രീതിയിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞ മുട്ട റോസ്റ്റും പൊറോട്ടയും കഴിച്ചിട്ടാണ് അങ്ങനെ നേരെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലേക്ക് വിട്ടു നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക്. ഇന്നത്തെ പരിപാടി ഏട്ടന്മാരുള്ളതുകൊണ്ട് അവിടെ എത്തിയ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. കുറേ കാലത്തിന് ശേഷം ഡാൻസ് പ്രോഗ്രാമിൽ പൊട്ടിട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി. ഒരു ഡാൻസ് കളിക്കുക 1 മണിക്കൂർ ഇരിക്കും, ഒരു ഡാൻസ് കളിക്കുക 1 മണിക്കൂർ ഇരിക്കും. അതായത് നമ്മൾ ഇന്നത്തെ പരിപാടി. കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും വെറുതെ ഇരിക്കലും അതൊക്കെ തന്നെയായിരുന്നു ഒന്ന്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഇന്നത്തെ ഫുഡ് സദ്യയായിരുന്നു. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. മോര്, രസം, പിന്നെ ഈ സാധനം എനിക്കറിയില്ല, ഞാൻ അമ്പലത്തിൽ കൊടുക്കുന്ന പറഞ്ഞു, പക്ഷെ എനിക്കിതെന്താ അറിയില്ല. പിന്നെ ബോളി, 2 തരം പായസം, ഒന്നൊന്നര ഫുഡ് ആയിരുന്നു. തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ വയറ് ഡമ്മായി. പിന്നെ കുത്തിക്കെട്ടി സ്ഥലമില്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചോട്ടവും കയറി ഞങ്ങൾ ട്രെയിനിലെത്തി. അങ്ങനെ പോകുമ്പോഴാണ് ചേച്ചിമാർ സത്യം മനസ്സിലാക്കിയത്, ഡാൻസിന് കളിച്ച പാസനം ഇതുവരെ അയച്ചിട്ടില്ല എന്ന്. എന്തൊരു ഓർമ്മശക്തിയില്ലേ ഗൈസ്. വിഷ്ണാമനെ ഉറക്കണിക്കുമ്പോഴേക്കും നമ്മൾ കോഴിക്കോടെത്തി. അങ്ങനെ വീട്ടിലെത്തി ബോറടിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിലത്തെ കലാകാരിയെ ഞാൻ പുറത്തെടുത്തത്. സാവിൻ്റെ മുഖത്തെന്തിക്കും ഞാൻ വരച്ചിട്ട്. ഒരു ഭാഗം വരച്ചപ്പോഴേക്കും സാവിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാവിന് അപ്പുറത്തെ ഭാഗത്ത് സ്പൈഡർമാൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ ഭാഗത്ത് സ്പൈഡർമാനും വരച്ചെടുത്ത്. അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടിരിക്കുമ്പോഴാണ് ലച്ചുവിൻ്റെ കലാഭിരുത്തുകൾ കണ്ടത്. ആരും പഠിക്കേണ്ടത്. അതൊരു പൂമ്പാറ്റയാണ്, പക്ഷെ ഒരു മണിയനീച്ചയായിട്ടാണ് വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.